നമസ്കാരം, എല്ലാവർക്കും ജിംനി എക്സ്പ്ലോററിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് കാണാൻ പോകുന്നത് പുള്ള് പാടമാണ്. തൃശ്ശൂർ ജില്ലയിലെ പുള്ള് കോൾപ്പാടം. കഴിഞ്ഞൊരു വീഡിയോയിൽ എറണാകുളത്ത് കടമക്കുടി ഐലൻഡ് കാണിച്ചിരുന്നു. ഏതാണ്ട് അതുപോലെ തന്നെയാണ് ഇവിടെ തൃശ്ശൂർ ജില്ലയിലുള്ള ഈ പുള്ള് കോൾപ്പാടം. ഈ റോഡിൻ്റെ രണ്ട് സൈഡിലും കാണുന്ന പാടം വർഷക്കാലത്ത് നമ്മൾ നോക്കിയാൽ ഒരു കായലാണെന്നേ തോന്നുകയുള്ളൂ. വളരെ ഭംഗിയുള്ള സ്ഥലമാണ്. സൺസെറ്റും സൺറൈസും എല്ലാം കാണാനായിട്ട് ഇവിടെ നല്ല തിരക്കാണ്. റോഡിൻ്റെ രണ്ട് സൈഡിലും നല്ല പച്ചപ്പ് വിരിച്ച പോലെ കാണാനായിട്ട് വളരെ ഭംഗിയുണ്ട്. ഒറ്റ നോട്ടത്തിൽ നമുക്കിതൊരു കായലായേ തോന്നുള്ളൂ. വൈകുന്നേരങ്ങളിൽ വിനോദസഞ്ചാരികളുടെ വലിയ തിരക്കാണ് ഇവിടെ. ഇവിടെ കുട്ടവഞ്ചിയും പെഡൽ ബോട്ടും എല്ലാം ഉണ്ട് വൈകുന്നേരങ്ങളിൽ. അതുപോലെ തന്നെ വളരെയധികം തട്ടുകടകളോടുണ്ട്. പല രീതിയിലുള്ള ഭക്ഷണങ്ങൾ നമുക്കിവിടെ കിട്ടുന്നതായിരിക്കും. വൈകുന്നേരങ്ങളിൽ ഇവിടെ വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ തന്നെ വളരെ ബുദ്ധിമുട്ടുള്ളൊരു സ്ഥലമാണ്. ഇവിടെ നിന്ന് ഏതാണ്ട് ഒരു 1.5 കിലോമീറ്റർ കൂടി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ താമരക്കുളം കാണും. ഈ പുള്ളിലേക്ക് വരേണ്ട വഴി തൃശ്ശൂർ കാഞ്ഞാണി റോഡിൽ മനക്കൊടിയിൽ നിന്ന് തിരിഞ്ഞാണ് വരേണ്ടത്. ഇവിടെ ഇപ്പോൾ താമര പൂക്കളൊന്നും കാണാനില്ല. കാരണം രാവിലെ തന്നെ പൂവെല്ലാം പൊട്ടിക്കും. താമര മൊട്ടുകൾ ഇവിടെ ധാരാളമായിട്ട് ഇപ്പോൾ കാണാൻ സാധിക്കുന്നുണ്ട്. ഇവിടെ അങ്ങ് ദൂരെ കാണുന്നതാണ് ഒരു പമ്പ് ഹൗസ്. കോൾപ്പാടത്തിൽ നിന്ന് വെള്ളം പമ്പ് ചെയ്യുന്നതിന് വേണ്ടിയുള്ളതാണ്. ഞങ്ങളവിടെ ചെന്ന സമയത്ത് മഴയൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ നല്ല മഴക്കാറുണ്ട്. എപ്പോൾ വേണമെങ്കിലും മഴ പെയ്യാവുന്ന അവസ്ഥയിലാണ്. ഇവിടെ ചുറ്റും നല്ല ഭംഗിയുള്ള കാഴ്ചകളാണ്. മഴ പെയ്തു തുടങ്ങി. ഞങ്ങൾ പെട്ടെന്ന് അവിടെ നിന്ന് വാഹനത്തിൽ കയറി. ഇതിന് തൊട്ടടുത്തുള്ള ഒരു സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൻ്റെ അടുത്ത് വന്ന് ഞങ്ങൾ അല്പനേരം ഈ മഴയത്തെ ഈ കാഴ്ചകളെല്ലാം കണ്ടു. മഴയത്ത് ഇവിടെയുള്ള കാഴ്ചകൾ കാണാൻ അതിമനോഹരമാണ്. ഇവിടെയും പാടത്ത് ധാരാളം അമ്പൽ ചെടികൾ വളരുന്നതായിട്ട് കണ്ടു.
നിങ്ങൾ തീർച്ചയായും ഇവിടം കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് കാണണം. അത്ര മനോഹരമാണ് ഈ സ്ഥലം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അല്പനേരം കൂടി ഈ മഴക്കാഴ്ചകൾ കണ്ടുകൊണ്ട് ഞാൻ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. അടുത്ത വീഡിയോയിൽ മറ്റൊരു സ്ഥലവുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.